പുലരിയും ഒരു രണ്ടാമൂഴമാണ്. ഇന്നലകളിലെ തെറ്റിതിരുത്താൻ നമുക്ക് കിട്ടുന്നൊരു രണ്ടാമൂഴം. അങ്ങനെ ഒരു പുലരി കൂടി നമുക്ക് സ്വന്തമായിരിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെടിയിൽ നിന്നും തണ്ടുകൾ മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിക്കുന്ന രീതി മിക്കവരും ചെയ്യാറുള്ളതാണല്ലേ. ഇങ്ങനെ ചെയ്യുമ്പോൾ തണ്ടുകൾ ചീഞ്ഞു പോകുന്നു, വേര് വരുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ പലരും പറയാറുണ്ട്. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ തണ്ടുകൾ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച് പുതിയ ചെടികൾ ഉണ്ടാക്കാം. അതിനുള്ള ഒന്ന് രണ്ട് ടിപ്സാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് ഐറിസൻ ബ്ലഡ് ലീഫ് എന്നൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ കെയറിംഗ് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഈ പ്ലാന്റ് വെള്ളത്തിലിട്ടിട്ട് തണ്ടുകൾ ചീഞ്ഞു പോയി, വേര് വന്നില്ല എന്നൊക്കെ. അതുകൊണ്ടാണ് ഈ പ്ലാന്റ് തന്നെ കാണിക്കാമെന്ന് കരുതി. ഇത് ഞാൻ 2 ആഴ്ച മുൻപ് തണ്ടുകൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഒരാഴ്ച ആയപ്പോഴേക്കും ഇതിന് വേരുകൾ വന്നു തുടങ്ങിയിരുന്നു. എനിക്ക് മണ്ണിലേക്ക് മാറ്റി നടാൻ സൗകര്യം കിട്ടിയില്ല. എന്നാലും ഈ ചെടി ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇതിൽ നിൽക്കുന്നത്. ഞാനതിൻ്റെ വേരുകളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിന് നിറയെ വേരുകൾ വന്നിട്ടുണ്ട്. നല്ല വൈറ്റ് കളറാണ് ഇതിൻ്റെ വേരുകൾക്ക്. ഇനിയിപ്പോൾ ഇത് മണ്ണിലേക്ക് മാറ്റി നടാം. അപ്പോൾ മാറ്റി നടുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. എങ്ങനെയാണ് മണ്ണിലേക്ക് മാറ്റി നടുന്നത്, ഇതിൻ്റെ പോട്ടി മിക്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നേരത്തെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് കാണാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേര് വരാനായിട്ടുള്ള ടിപ്സ് ഞാൻ പറയാം. തണ്ടുകൾ മുറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള തണ്ട് വേണം മുറിച്ചെടുക്കാൻ. രണ്ടാമത്തെ കാര്യം, തണ്ടിൻ്റെ 2 നോഡുകൾക്കിടയിൽ വെച്ച് വേണം കട്ട് ചെയ്യാൻ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മുറിച്ചെടുത്ത ഭാഗത്ത് നിന്നും 2 സൈഡിൽ നിന്നും ബ്രാഞ്ചസ് വന്ന് ചെടി നല്ല ബുഷിയായിട്ട് വളരും. നമ്മൾ മുറിച്ചെടുത്ത തണ്ടിൽ പെട്ടെന്ന് തന്നെ വേര് വരികയും ചെയ്യും. ഇപ്പോൾ ഞാൻ കുറച്ച് തണ്ടുകളൊക്കെ മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലിടുന്നതിന് മുൻപ് തണ്ടിൻ്റെ അടിഭാഗത്തുള്ള 1-2 ഇലകൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഇലകൾ വെള്ളത്തിൽ മുട്ടി നിന്നാൽ ഇലകൾ ചീഞ്ഞ് വെള്ളം മോശമാവുകയും തണ്ടുകൾ കേടുവരികയും ചെയ്യും. അപ്പോൾ ഇലകൾ കട്ട് ചെയ്ത് മാറ്റിയ തണ്ടുകൾ ബോട്ടിലിൽ ഇട്ട് വെക്കാം. ബോട്ടിലിൽ ഇടുമ്പോൾ തണ്ടുകൾ ബോട്ടിലിൻ്റെ അടിയിൽ മുട്ടി നിൽക്കുന്ന രീതിയിൽ ഇടരുത്. ബോട്ടിലിൻ്റെ അടിഭാഗത്ത് നിന്നും കുറച്ച് മുകളിലായിട്ട് വെള്ളത്തിലാകണം തണ്ടുകൾ നിൽക്കേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ തണ്ടുകളിൽ വേര് വരികയുള്ളൂ. പാത്രത്തിൻ്റെ അടിയിൽ മുട്ടി നിന്നാൽ വേര് വരുന്നത് വൈകും എന്ന് മാത്രമല്ല, തണ്ടുകൾ ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഏത് പ്ലാന്റ് ആയാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ബോട്ടിൽ വയ്ക്കാം. ഒരാഴ്ച ആകുമ്പോൾ തന്നെ ഈ പ്ലാന്റിന് വേര് വരുന്നതാണ്. എല്ലാ ചെടികൾക്കും ഒരാഴ്ച കൊണ്ട് വേര് വരാറില്ല. അങ്ങനെയുള്ള ചെടികളാണ് വെള്ളത്തിലിട്ട് വെക്കുന്നതെങ്കിൽ വേര് വരുന്നത് വരെ ആഴ്ചയിലൊരിക്കൽ വെള്ളം മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വാട്ടർ പ്രൊപ്പഗേഷനിലൂടെ പുതിയ ചെടികൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പുതിയ ചെടികൾ വളർത്താൻ പറ്റും. അപ്പോൾ ആരും ഇനി പരാതിയൊന്നും പറയില്ലല്ലോ അല്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.